കണ്ണൂരിൻ്റെ പോയ വർഷങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പം വളരെ പീസ്ഫുള്ളായ, യാതൊരു തരത്തിലുള്ള വയലൻസും ഇല്ലാത്ത വളരെ പീസ്ഫുള്ളായി കണ്ണൂരിനെ കൊണ്ടുപോകാൻ സാധിച്ചു. അതിൽ നിങ്ങൾക്ക് ബിഗ് സല്യൂട്ടാണ്. അതിൽ പോലീസിൻ്റെ പങ്ക് വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കണ്ണൂരിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പോലീസ് ഓഫീസർമാർക്ക് ആദ്യം ഉണ്ടാകാം, നിങ്ങളുടെ പാരൻസിന് ആദ്യം അയ്യോ ഇങ്ങോട്ടേക്കാണോ വരുന്നത്. ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന യങ് ഓഫീസർമാരാണ് രണ്ടുപേരും. യതീഷ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു, യതീഷ് നേരത്തെ വടകരയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചൊരു ബിറ്റർ എക്സ്പീരിയൻസ് കണ്ണൂരിനുണ്ടാവും. ഇതിനൊക്കെ വരുമ്പോൾ ബേജാറുണ്ടാവും, എല്ലാം കൂടി ഇവിടെ വയലൻസ് ആണോ. പക്ഷേ കണ്ണൂർ കഴിഞ്ഞ 4-5 വർഷമായി സമാധാനപൂർവ്വം പോകുന്നു. അതിൽ മേജർ റോൾ ഒരു സംശയവും വേണ്ട, അത് പോലീസിൻ്റെ തക്ക സമയത്ത് യുക്തമായ ഇടപെടലിലൂടെയാണ് പ്രശ്നം പരിഹരിക്കപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ കണ്ണൂരിനെ കൊണ്ടുപോകാൻ സാധിക്കണം. ഈ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ഈ വയലൻസ് ഇല്ലാത്ത അറ്റ്മോസ്ഫിയർ എല്ലാ കാലത്തും നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞ് കമ്മീഷണറേറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ആ നിലയിൽ ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ ഈ കമ്മീഷണറേറ്റ് മാറട്ടെ. പോലീസിന് കൂടി നല്ല രീതിയിൽ ഇരിക്കാൻ സാധിക്കുന്ന, കാരണം പോലീസ് ഏറ്റവും സ്ട്രെസ് നേരിടുന്ന ഗ്രൂപ്പാണ്, വളരെയധികം സ്ട്രെസ് നേരിടുന്ന ഒരു ഗ്രൂപ്പാണ് പോലീസ് സേനാംഗങ്ങൾ തന്നെ. അപ്പം അങ്ങനെ വരുമ്പം അവർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ കൂടി ഉണ്ടാക്കണം. ആ അറ്റ്മോസ്ഫിയർ കൂടി ഇവിടെ സർക്കാർ ഒരുക്കി എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്.